ഈ കഥ നടക്കുന്നത് 1947 ഇതിലെ നായകന്റെ പേര് ആൻഡി എന്നാണ്. ഇവനൊരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഇവനിപ്പോ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഭാര്യയെ അവളുടെ കാമുകനെയും ഇയാൾ കൊന്നു കളഞ്ഞു എന്നൊരു കുറ്റത്തിന്റെ പുറത്താണ് അവനിപ്പോ കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അവൾക്ക് മറ്റൊരു അഫയർ ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത്. ഞാൻ അവളെ കൊല്ലാനും തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി ഞാൻ അവളുടെ കാമുകന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ എനിക്ക് അവരൊന്ന് കൊല്ലാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഉടനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. മാത്രമല്ല എന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് ഞാൻ അവിടെയുള്ള പുഴയിലേക്ക് എറിയുകയും ചെയ്തു എന്നിങ്ങനെയുള്ള ഒരു മൊഴിയാണ് ആൻഡി കൊടുക്കുന്നത്. എന്നാൽ ആ മൊഴിയൊന്നും കോടതി വിശ്വസിക്കുന്നില്ല. അതിന്റെ മെയിൻ കാരണം അയാൾ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന തോക്ക് പോലീസുകാർക്ക് ഇതുവരെയായിട്ടും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല സാഹചര്യ തെളിവുകളൊക്കെ ആന്റിക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയെയും കാമുകനെയും കൊന്നതിന് ജീവപര്യന്ത ശിക്ഷയ്ക്കാണ് കോടതി വിധിക്കുന്നത്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിനെയാണ്. ഇയാളെ റെഡ് എന്നാണ് വിളിക്കുന്നത്. ഒരു കൊലപാതക കുറ്റത്തിന് 20 വർഷമായിട്ട് ഇയാൾ ജയിലിലാണ്. ഇയാളിപ്പോൾ ഉള്ള ജയിലിന്റെ പേര് ഷോഷാങ്ക് എന്നാണ്. 20 വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്ക് ഒരു പരോള് കൊടുക്കാൻ വേണ്ടി ഒരു ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിയറിംഗിന് ഇരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ, നല്ല നടപ്പിന് നിങ്ങളെ പുറത്തേക്ക് വിടാൻ പറ്റുമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലായി, നല്ല നടപ്പിന് ഞാൻ അർഹനാണ്, അതുകൊണ്ട് എന്നെ പുറത്തു വിടണം എന്നാണ് റെഡ് പറയുന്നത്. എന്നാൽ അയാളുടെ ആ മറുപടിയിൽ അവിടെ ഇരിക്കുന്ന ആളുകളൊന്നും കൺവിൻസ്ഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ പരോൾ അവർ റിജക്ട് ചെയ്യാണ്. അങ്ങനെ റെഡ് തിരിച്ച് ജയിലിലേക്ക് തന്നെ എത്തി. ഇയാളിപ്പോ 20 വർഷമായിട്ട് അവിടുത്തെ തടവുപുള്ളിയാണ്. മാത്രമല്ല ജയിലിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ട് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഈ റെഡ് തന്നെയാണ്. അതായത് സിഗരറ്റ്, കള്ള്, കഞ്ചാവ്, അങ്ങനെ അതിനകത്ത് എന്തൊക്കെ കയറ്റാൻ പാടില്ലയോ അതെല്ലാം ഈസി ആയിട്ട് തന്നെ റെഡ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും. മാത്രമല്ല അതിനുവേണ്ടി നല്ല കാശും അയാൾ വാങ്ങുന്നുണ്ട്. ഇയാൾക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആന്റിയെ ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നാണ് പുതിയ തടവുപുള്ളികളൊക്കെ വരുന്ന ദിവസം. ജയിലിനകത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു ആഘോഷ ദിനമാണ്. അതുകൊണ്ട് തന്നെ അവർ ആർപ്പ് വിളിച്ചിട്ടാണ് പുതിയ തടവുപുള്ളികളെ സ്വീകരിക്കുന്നത്. കുറെ ആൾക്കാരുണ്ടായിരുന്നു ആ കൂട്ടത്തില്. എന്നാൽ റെഡ് ശ്രദ്ധിച്ചത് ആന്റിയെയാണ്. കാരണം അവനെ കണ്ടാൽ തന്നെ അറിയാം നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലി വന്നതാണെന്ന്. മാത്രമല്ല വളരെ സൈലന്റ് ആയിട്ടാണ് അവൻ നടക്കുന്നത്. ഈ ഒരു സ്വഭാവ സവിശേഷത കണ്ടുകൊണ്ടാണ് റെഡ് അവനെ ശ്രദ്ധിച്ചത്. അങ്ങനെ പുതിയ തടവുപുള്ളികളൊക്കെ ജയിലിന്റെ അകത്തേക്ക് എത്തി. ആദ്യം അവരെ മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചിട്ട് എന്തൊക്കെ കീടനാശിനിയൊക്കെ ശരീരത്തിലേക്ക് അടിച്ചിട്ടാണ് അവരെ ജയിലിന്റെ അകത്തേക്ക് കയറ്റുന്നത്. ഈ സമയത്താണ് ആ ജയിൽ വാർഡൻ അങ്ങോട്ട് വന്നിട്ട് പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നത്. ഇയാൾ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും അയാൾ ഒരു ബൈബിൾ കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഇയാളുടെ ഒരു ശിങ്കിടിയായ മറ്റൊരു പോലീസുകാരനാണ്. ഇയാളാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണിത്. എന്തെങ്കിലും ചെറിയൊരു തെറ്റ് കണ്ടാൽ തന്നെ ഇടിക്ക് ഒരു മയവും കാണത്തില്ല. അത്രയ്ക്കും ക്രൂരനാണ് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആന്റിയെ സംബന്ധിച്ചിട്ട് അവൻ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ളതാണ്. ആദ്യമായിട്ടാണ് അവൻ ഇതുപോലത്തെ പുഴുത്ത ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടാണ് അതൊക്കെ അവന് ഫീൽ ചെയ്യുന്നത്. ഈ സമയത്താണ് ആ ഭക്ഷണത്തിൽ നിന്നും അവനൊരു പുഴുവിനെ കിട്ടുന്നത്. അവൻ അതിനെ കളയാൻ തുടങ്ങുമ്പോഴാണ് ഒരു പ്രായമായ മനുഷ്യൻ അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. ആ പുഴുവിനെ നിനക്ക് വേണ്ടെങ്കിൽ അതെനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ പുഴുവിനെ മേടിക്കുകയാണ്. ഈ മനുഷ്യന്റെ പേര് ബ്രൂക്സ് എന്നാണ്. അയാൾ ഒരു ചെറിയ കാക്കക്കുട്ടിയെ വളർത്തുന്നുണ്ട്. അയാളുടെ കോട്ടിന്റെ പോക്കറ്റിലാണ് അതിനെ പെട്ടുവെച്ചിരിക്കുന്നത്. ആ പുഴുവിനെ എടുത്തിട്ട് അയാൾ ആ കാക്കയ്ക്ക് കൊടുക്കുകയാണ്. ഈ കാക്കയുടെ പേര് ജെയ്ക്ക് എന്നാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ആന്റി നേരെ പോകുന്നത് കുളിക്കാനാണ്. കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വേറൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. ഇവനൊരു കുണ്ടനാണ്. ആന്റിയെ ട്യൂൺ ചെയ്യാനാണ് അയാൾ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആന്റി ആണെങ്കിൽ അയാളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. എന്നാൽ കുണ്ടനാണെങ്കിൽ അവനെ കീഴ്പ്പെടുത്തിയിട്ട് അടങ്ങൂ എന്ന വാശിയിൽ തന്നെയാണ്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആന്റി ആണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. മാത്രമല്ല അവൻ ചെയ്യാത്ത തെറ്റിനാണ് അവനിപ്പോ ജയിലിൽ കിടക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ അവൻ അങ്ങനെ ആരോടും കമ്പനി ഒന്നും അടിക്കാൻ പോകാറില്ല. എന്നാൽ ഇന്നത്തെ ദിവസം അവൻ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടാൻ പോവാണ്. അത് മറ്റാരുമല്ല, റെഡ് ആയിരുന്നു അത്. അവൻ റെഡിനെ തന്നെ പരിചയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഈ റെഡ് ആണ് എന്ന കാര്യം ആന്റിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ആന്റിക്കും ഒരു സാധനം ആവശ്യമുണ്ട്. അത് എത്തിച്ചു കൊടുക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോ റെഡിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. അതായത് അവന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലൊക്കെ തല്ലി പൊട്ടിക്കുന്ന ഒരു ചുറ്റിക. വളരെ ചെറിയൊരു സാധനമാണത്. അതെനിക്ക് എത്തിച്ചു തരാൻ പറ്റുമോ, നിങ്ങൾക്ക് വേണ്ട പൈസയൊക്കെ ഞാൻ തരാം എന്നാണ് ആന്റി പറയുന്നത്. അതേക്കുമ്പോ അത് എത്തിച്ചു തരാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്തിനാണ് നിനക്ക് ഈ റോക്ക് ഹാമർ? അത് വെച്ചിട്ട് ആരെങ്കിലും ഉപദ്രവിക്കാനാണോ? റെഡിന് സംശയമായി. ഉപദ്രവിക്കാനോ? എനിക്കതിന് ഇവിടെ അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നാണ് ആന്റി പറയുന്നത്. ഇപ്പൊ ശത്രുക്കളില്ലാന്നല്ലേ ഉള്ളൂ, ആ കുണ്ടന്മാരിപ്പോ നിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ ആ ഹാമർ നിനക്ക് വേണ്ടത് എന്നാണ് റെഡ് വീണ്ടും ചോദിക്കുന്നത്. ഏയ് ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്നാണ് ആന്റി അതിന് മറുപടി പറയുന്നത്. എന്നാ പിന്നെ ഇവിടെ തുരങ്കം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാനാണോ? അതിനാ റോക്ക് ഹാമർ ഒന്നും പറ്റത്തില്ല. നീ റോക്ക് ഹാമർ വെച്ചിട്ട് തുരങ്കം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ 600 വർഷങ്ങളെങ്കിലും എടുക്കും എന്നാണ് റെഡ് പറയുന്നത്. ഇതിനൊന്നും വേണ്ടിയിട്ടല്ല, എനിക്കത് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പറ്റുമെങ്കിൽ എത്തിച്ചതാ എന്നാണ് ആന്റി അതിന്
മറുപടി പറയുന്നത്. റെഡ് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആന്റി പറഞ്ഞ പോലെ തന്നെ റെഡ് ആ ഹാമർ എത്തിച്ചു. അവനത് എങ്ങനെയാണ് അകത്തേക്ക് കടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടവുപുള്ളികളുടെ വസ്ത്രങ്ങളൊക്കെ പുറത്തുള്ള ലോണ്ടറിയിലാണ് കൊടുക്കുന്നത്. അതെല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് ഇവൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റുന്നത്. അങ്ങനെ ഹാമർ ഇപ്പോൾ റെഡിന്റെ കയ്യിലെത്തി. ഇനി അത് ആന്റിയുടെ കയ്യിൽ കൊടുക്കണം. അതിനവൻ സെലക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ പ്രായമുള്ള മനുഷ്യനെയാണ്. അയാൾ അവിടുത്തെ ലൈബ്രറിയനാണ്. എല്ലാ ദിവസവും തടവുപുള്ളികൾക്കൊക്കെ അയാൾ പുസ്തകങ്ങൾ കൊണ്ടു കൊടുക്കും. ഇന്നത്തെ ദിവസവും പുസ്തകങ്ങളുമായിട്ട് അയാൾ വരുമ്പോൾ റെഡ് നൈസായിട്ട് ആ ഹാമർ എടുത്തിട്ട് ബ്രൂക്സിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അയാളാണെങ്കിൽ അത് മേടിച്ചതിന് ശേഷം ഒരു ബൈബിളിന്റെ അകത്താക്കിയിട്ട് ആന്റിക്ക് കൈമാറുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഹാമർ ഇപ്പോൾ ആന്റിയുടെ കയ്യിലെത്തി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആന്റി ഒരു റൂമിന്റെ അകത്തേക്ക് പോകുമ്പോഴാണ് ആ കുണ്ടനും അയാളുടെ ഗ്യാങ്ങും അങ്ങോട്ട് വരുന്നത്. ഒരു ഗ്യാങ് റേപ്പിനാണ് അവരിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആന്റി ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് അവന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അവന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആന്റിയെ കീഴ്പ്പെടുത്തുകയാണ്. മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് അതെല്ലാം സഹിക്കാൻ മാത്രമേ ആന്റിക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം വാർഡൻ അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ ജയിൽ പുള്ളികളുടെ അടുത്തൊരു കാര്യം പറയാണ്. അതായത് അവിടുത്തെ ബിൽഡിംഗിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഈ ജയിൽ പുള്ളികൾ തന്നെ അത് ചെയ്യണം എന്നാണ് വാർഡൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ റെഡ് ആണെങ്കിൽ അതൊരു അവസരമായിട്ട് എടുക്കുകയാണ്. അയാളുടെ ഹോൾഡ് വെച്ചിട്ട് അയാളുടെ ഫ്രണ്ട്സിനെയും ആ കൺസ്ട്രക്ഷൻ വർക്കിൽ ഉൾപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ ആന്റിയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അടുത്ത് തന്നെ നിന്നിട്ട് പോലീസുകാരെല്ലാം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ക്യാപ്റ്റൻ ഒരു കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം ക്യാപ്റ്റന്റെ ബ്രദർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവന്റെ പേരിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. അതെല്ലാം ഇനി ക്യാപ്റ്റന്റെ പേർക്കാണ് വരാൻ പോകുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ആ പൈസയുടെ ഭൂരിഭാഗവും ടാക്സിന്റെ പേരിൽ പോകും. അത് ആലോചിച്ചിട്ടാണ് ഈ ക്യാപ്റ്റൻ ഇത്ര ടെൻഷൻ. ഇവരുടെ ഈ ഡിസ്കഷനൊക്കെ ആന്റിയും കേൾക്കുന്നുണ്ട്. അവൻ ഓൾറെഡി ഒരു ബാങ്കറാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവന് നല്ല ശീലമുണ്ട്. ക്യാപ്റ്റന്റെ ആ വിഷമം മനസ്സിലാവുമ്പോൾ അവൻ വേഗം തന്നെ ക്യാപ്റ്റന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. ടാക്സ് പോവാതിരിക്കാനുള്ള ഒരു വഴി എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വിശ്വാസമാണെങ്കിൽ ആ മുഴുവൻ കാശും അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുക. സമ്മാനം കൊടുക്കുമ്പോൾ അതിനൊരു രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. അതിന് കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തു തരാം. ഇതിനു വേണ്ടി നിങ്ങൾ എനിക്ക് ഒരു പൈസയും തരണ്ട. മറിച്ച് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ കൂട്ടുകാർക്കൊക്കെ വയറ് നിറച്ചും ബിയർ കൊടുക്കണം എന്നൊരു ഡിമാൻഡാണ് ആന്റി അയാളുടെ അടുത്ത് പറയുന്നത്. ടാക്സ് ഒന്നും കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ ക്യാപ്റ്റൻ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ പേപ്പർ വർക്ക്സ് ഒക്കെ ശരിയാക്കി കൊടുത്തതിന് ക്യാപ്റ്റൻ ആ തടവുപുള്ളികൾക്ക് മൊത്തം ബിയർ കൊടുക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ആ ബിയറെല്ലാം കുടിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആന്റിയും അപ്പുറത്തിരിക്കുന്നുണ്ട്. അവൻ കള്ളൂടി നിർത്തിയോണ്ട് അവൻ ബിയർ കഴിക്കുന്നില്ല. മറിച്ച് ആ തടവുപുള്ളികളുടെ സന്തോഷമൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. ഈ സമയമാകുമ്പോഴേക്കും റെഡിനും ടീമിനും ആന്റിയോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി ആന്റി ഇപ്പൊ റെഡിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയമാകുമ്പോഴേക്കും അവർ ശരിക്കും അടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവരുടെ കാര്യങ്ങളൊക്കെ റെഡിന്റെ അടുത്ത് പറയാൻ തുടങ്ങി. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ശരിക്കും ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഉരുളം കല്ലുകൾ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? എനിക്ക് നല്ല രീതിയിൽ കല്ലുകളൊക്കെ കാർവ് ചെയ്യാൻ അറിയാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഹാമർ വേണമെന്ന് പറഞ്ഞത്. മാത്രമല്ല ഞാൻ കല്ലുകൾ വെച്ചിട്ട് ഒരു ചെസ് ബോർഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആന്റി പറയുന്നത്. റെഡ് ആണെങ്കിൽ അതൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയം റെഡ് മറ്റൊരു കാര്യം അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ശരിക്കും നീ നിന്റെ ഭാര്യയും കാമുകനെയും കൊന്നോ എന്നാണ് റെഡ് ചോദിക്കുന്നത്. ഇല്ല, ഞാൻ അവരെ കൊന്നിട്ടില്ല എന്നാണ് ആന്റി അതിന് മറുപടി പറയുന്നത്. നിങ്ങൾ കൊലപാതകം ചെയ്തതുള്ളതാണോ എന്ന് ആന്റിയോ അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ചെറുപ്പത്തിന്റെ എടുത്തുചാട്ടത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നാണ് റെഡ് അതിന് മറുപടി പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി ആ സെല്ലുകളിലൊക്കെ അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആന്റിയും ആ ഹാമർ വെച്ചിട്ട് ഇപ്പൊ അവന്റെ പേര് അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ അവിടുത്തെ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ അവർ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എങ്കിലും ആകാംക്ഷയോടെയാണ് ഇപ്പോഴും അവരതൊക്കെ കാണുന്നത്. അതിന് കാരണം ആ സിനിമയിലെ നായികയാണ്. ഇവരുടെ പേര് റീത്ത എന്നാണ്. അവരുടെ ആ ഇൻട്രോ സീനൊക്കെ വളരെ രോമാഞ്ചത്തോടെയാണ് റെഡും കൂട്ടരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആന്റി റെഡിന്റെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം അയാളോട് മറ്റൊരു ആവശ്യം കൂടെ പറയാണ്. എനിക്ക് റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ റീത്തയുടെ ഒരു ഫോട്ടോ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്നാണ് ആന്റി ചോദിക്കുന്നത്. ഇത് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമല്ല, പക്ഷെ കുറച്ച് സമയം എടുക്കും എന്നാണ് റെഡ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞിട്ട് ആന്റി അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി. അങ്ങനെ റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് ആ കുണ്ടന്മാര് വീണ്ടും അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം വീണ്ടും അവനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാരണവശാലും ആന്റി അതിന് വഴങ്ങുന്നില്ല. ആ ഒരു ദേഷ്യത്തിൽ അവന്മാരൊക്കെ ശരിക്കും ആന്റിയായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് ആന്റി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ആന്റിയെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ ആ കുണ്ടന്മാരിൽ മെയിൻ ആളെ അവര് മറ്റൊരു സെല്ലിലേക്ക് ആക്കുകയാണ്. 2 ആഴ്ചത്തെ ഏകാന്ത തടവാണിത്. അതായത് ഈ റൂമിന്റെ അകത്തേക്ക് പ്രകാശമൊന്നും വരത്തില്ല. അങ്ങനെ 2 ആഴ്ച ആ കുണ്ടൻ അവിടെ ആ തടവ് അനുഭവിച്ചു. അവനിപ്പോ തിരിച്ച് അവന്റെ പഴയ സെല്ലിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവന്റെ ശിക്ഷ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ലായിരുന്നു. അവനെയും കാത്ത് ക്യാപ്റ്റനും ടീമും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ ഉടനെ തന്നെ ആ കുണ്ടനെ ഇടിച്ച് പരിപ്പളക്കുകയാണ്. അവൻ ഇനി ജീവിതത്തിൽ നടക്കാൻ പറ്റത്തില്ല. മാത്രമല്ല വേറൊരു ജയിലിലേക്കാണ് അവരവനെ പറഞ്ഞയക്കുന്നത്. ഇതെല്ലാം നോക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ റെഡും ടീമും അവിടെ നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച കാണാൻ ആന്റിയും നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. അവൻ വരാൻ ഇനിയും കുറച്ച് സമയം
സമയമെടുക്കും. അതിനുള്ളിൽ തന്നെ അവൻ ചോദിച്ച കല്ലുകളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനുള്ള പണി എല്ലാവരും നോക്കാൻ നോക്ക് എന്നാണ് റെഡ് പറയുന്നത്. അങ്ങനെ അവർ പുറംപണിക്ക് പോകുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന കല്ലുകളൊക്കെ അവർ ശേഖരിക്കാൻ തുടങ്ങി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ആ കല്ലുകളൊക്കെ ശേഖരിച്ചു. മാത്രമല്ല ആന്റി തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ അവൻ ചോദിച്ച പോലെ ആ റീത്തയുടെ ഒരു ഫോട്ടോയും കൂടെ റെഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിന് അവൻ പൈസ ഒന്നും മേടിച്ചിട്ടില്ല. ഇത് നിനക്കുള്ള എന്റെ സമ്മാനമാണ്, അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ആണ് എന്നാണ് റെഡ് ഒരു മെസ്സേജ് ആയിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ആന്റിക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അവിടെ റെയ്ഡ് നടക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് വാർഡൻ ഓരോ തടവുപുള്ളികളുടെ റൂം ചെക്ക് ചെയ്യുന്നതാണ്. അതങ്ങനെ മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നുമല്ല അവർ വരാറുള്ളത്. ഇന്നത്തെ ദിവസവും അപ്രതീക്ഷിതമായിട്ടാണ് അവരങ്ങോട്ട് വന്നത്. അങ്ങനെ ഓരോരോ തടവുപുള്ളികളുടെ റൂമും ചെക്ക് ചെയ്യുന്നതിനിടയിൽ അവർ ആന്റിയുടെ റൂമിലും കയറുന്നുണ്ട്. ആ റൂമിലേക്ക് കയറുമ്പോൾ അവിടെ കുറെ പെണ്ണുങ്ങളുടെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കല്ലുകളുടെ പല രൂപങ്ങളും അവിടെ കാണാനുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വാർഡൻ നോക്കുമ്പോൾ അവനൊരു ബൈബിൾ പിടിച്ചിട്ടുണ്ട്. ഈ വാർഡനാണെങ്കിൽ നല്ല ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ബൈബിളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ അയാൾക്ക് വലിയ ഇഷ്ടമാണ്. ഈ സമയം അയാൾ ബൈബിളിലെ കുറെ വചനങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആന്റിക്കും അതൊക്കെ നന്നായിട്ട് അറിയാം. അവന് അതിനെക്കുറിച്ച് അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാർഡൻ ആന്റിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അയാൾ ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല എന്നാണ് അയാൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സമയത്താണ് അവിടെ ഒട്ടിച്ചിരിക്കുന്ന ആ റീത്തയുടെ വലിയ പോസ്റ്റർ അയാൾ കാണുന്നത്. ഇങ്ങനെയുള്ള പോസ്റ്ററുകളൊന്നും റൂമിൽ അനുവദിക്കത്തില്ല കേട്ടോ, പിന്നെ നീ ആയതുകൊണ്ട് ഈ ഫോട്ടോ ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പോവാൻ തുടങ്ങുമ്പോഴാണ് അയാൾ ആ ബൈബിൾ അവന് തിരിച്ചു കൊടുക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും വാർഡൻ ആന്റിയെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വാർഡൻ ആന്റിയെ അയാളുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇത്രയും ദിവസം ആന്റി ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് അലക്ക് ജോലിയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് വാർഡൻ അവൻ ആ ജോലി മാറ്റി കൊടുക്കുകയാണ്. ഇനി മുതൽ നീ അലക്ക് ജോലി ചെയ്യണ്ട, നീ പഠിച്ചവനല്ലേ, അതുകൊണ്ട് നിന്റെ പഠിത്തവുമായി ബന്ധപ്പെട്ട ഒരു ജോലി ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് വാർഡൻ അവനെ ബ്രൂക്സിന്റെ അടുത്തേക്കാണ് അയക്കുന്നത്. അയാൾ അവിടുത്തെ ലൈബ്രറിയൻ ആണല്ലോ, അയാളുടെ ഒരു സഹായിയായിട്ട് നിൽക്കാനാണ് വാർഡൻ ആന്റിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആന്റി ബ്രൂക്സിന്റെ അടുത്തെത്തി. അവൻ നോക്കുമ്പോൾ ജെയ്ക്ക് എന്ന് പറയുന്ന കാക്ക അവിടെ നിൽക്കുന്നുണ്ട്. അതിപ്പോ വളർന്നു വലുതായിരിക്കുകയാണ്. അങ്ങനെ ബ്രൂക്സ് ഉടനെ തന്നെ അവൻ ആ ലൈബ്രറിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ക്യാപ്റ്റൻ മറ്റൊരു പോലീസുകാരനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആ പോലീസുകാരന് ആന്റിയെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഇവനാണ് ഞാൻ പറഞ്ഞ ആളെന്നും പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ പോലീസുകാരൻ ആന്റിയുടെ അടുത്തെത്തി. അയാൾ അങ്ങോട്ട് വന്നു കണ്ട് ആന്റി ശരിക്കും പേടിച്ചിട്ടുണ്ട്. എന്തിനുള്ള പുറപ്പാടാണ് ഇയാൾ എന്നൊക്കെയാണ് ആന്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ആന്റിയുടെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്. ക്യാപ്റ്റൻ ഓൾറെഡി ഒരു സഹായം ആന്റി ചെയ്തു കൊടുത്താണല്ലോ, അതുകൊണ്ടാണ് ക്യാപ്റ്റൻ ഈ പോലീസുകാരനെ ആന്റിയുടെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത്. അയാളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മക്കളുടെ പഠനത്തിനായിട്ട് ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ എന്നാണ് അയാൾ ആന്റിയുടെ അടുത്ത് ചോദിക്കുന്നത്. ആന്റി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടുണ്ട്. ബ്രൂക്സ് ഇപ്പോ ആ പോലീസുകാരന്റെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആന്റിക്കിപ്പം ഈ ജയിലിൽ നല്ല പിടിയാണ്. പോലീസുകാരൊക്കെ സഹായത്തിന് വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്കാണ് വരുന്നത്. കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ എല്ലാ പോലീസുകാരും അവന്റെ മുന്നിൽ ക്യൂ നിൽക്കും എന്നൊക്കെയാണ് ബ്രൂക്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതെന്തായാലും നന്നായി ആന്റി, ആ അലക്ക് ജോലിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ എന്നാണ് റെഡ് പറയുന്നത്. ഈ സമയത്താണ് ആന്റി മറ്റൊരു കാര്യം പറയുന്നത്. ഞാൻ നമ്മുടെ ലൈബ്രറി ഒക്കെ നോക്കി, അവിടെ പുസ്തകങ്ങൾ വളരെ കുറവാണ്. നമുക്ക് കുറച്ചുകൂടെ പുസ്തകങ്ങൾ സംഘടിപ്പിച്ചാലോ എന്നാണ് ആന്റി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എങ്ങനെ നീ സംഘടിപ്പിക്കും? ബാക്കിയുള്ളവർക്ക് സംശയമായി. അതിനെന്താണ് ഇത്ര ബുദ്ധിമുട്ട്? നമുക്ക് വാർഡനോട് പറഞ്ഞാൽ പോരെ, അയാൾ അതിനു വേണ്ടിയിട്ടുള്ള കാശ് തരത്തില്ലേ? ആന്റി ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നത് ബ്രൂക്സ് ആണ്. എന്റെ പൊന്നാന്റി, എന്റെ ഇത്രയും കാലത്തെ ഈ ജയിലിലെ ജീവിതത്തിൽ 6 വാർഡന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ ഒരുത്തനും അങ്ങോട്ട് കാശ് മേടിക്കാൻ അല്ലാതെ ഇങ്ങോട്ട് കാശ് സെറ്റാക്കി തരത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നീ മറന്നേക്കി എന്നാണ് ബ്രൂക്സ് പറയുന്നത്. ബ്രൂക്സ് അങ്ങനെ പറയുമെങ്കിലും ആന്റി അവന്റെ പ്രതീക്ഷ വിടുന്നില്ല. അവൻ നേരെ തന്നെ ചെന്നിട്ട് വാർഡന്റെ അടുത്ത് കാര്യം പറയാണ്. അതായത് നമ്മുടെ ലൈബ്രറിയിലേക്ക് കുറച്ച് ബുക്സ് വേണം, അതിനുവേണ്ടി കുറച്ച് ഫണ്ട് റെഡിയാക്കി തരാൻ പറ്റുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിന്റെ ഈ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ നീ പറഞ്ഞത് പ്രകാരം ഞാൻ റിക്വസ്റ്റ് ചെയ്താലും നമ്മുടെ മേലധികാരികളൊന്നും അതിന് അനുവാദം തരത്തില്ല. അതുകൊണ്ട് നീ ഈ ആഗ്രഹം മറന്നേക്കി എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. എങ്കിലൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ അവർക്ക് ഇതിനെക്കുറിച്ച് ലെറ്റേഴ്സ് അയച്ചോട്ടെ. ഒരുപക്ഷെ എന്റെ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ബുക്സ് ഒക്കെ അനുവദിച്ചാലോ എന്നാണ് ആന്റി ചോദിക്കുന്നത്. ലെറ്റർ അയക്കുന്നോണ്ടൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ 1 രൂപ പോലും അവർ അനുവദിക്കുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആന്റി ഉടനെ തന്നെ ആഴ്ചയിൽ ഓരോ ലെറ്റർ വെച്ചിട്ട് ആ പുസ്തകങ്ങൾക്ക് വേണ്ടി അയക്കാൻ തുടങ്ങി. കുറെ ലെറ്ററുകൾ അവൻ അയച്ചു കൂട്ടുന്നുണ്ട്. എന്നാൽ ഒന്നിനും ഇതുവരെയായിട്ട് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അതിനിടയിലാണ് വേറെ ചില കാര്യങ്ങൾ നടക്കുന്നത്. അതായത് അവനിപ്പോ 2-3 പേർക്ക് നിയമപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തല്ലോ. അതിനെ തുടർന്ന് മുഴുവൻ പോലീസുകാരും അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പോൾ ആന്റിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ബ്രൂക്ക് പറഞ്ഞത് ഫലിച്ചു. ഇപ്പൊ പോലീസുകാരൊക്കെ അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി അവന്റെ മുന്നിൽ ക്യൂ നിൽക്കുകയാണ്. ആന്റി ആണെങ്കിൽ ഒറ്റയ്ക്ക് ആ പണിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവന്റെ ഒരു സഹായിയായിട്ട് റെഡിനെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് മറ്റൊരു പ്രശ്നം സംഭവിക്കുന്നത്. നമ്മുടെ ബ്രൂക്സ് ഉണ്ടല്ലോ, അയാൾക്ക് ഇപ്പൊ അവിടെ പരോൾ അനുവദിച്ചിട്ടുണ്ട്. അതായത് ഉടനെ തന്നെ അയാൾ ജയിൽ വിട്ട് പുറത്തേക്ക് പോകണം. എന്നാൽ ബ്രൂക്സിന് ആ ജയിൽ വിട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല.
അതുകൊണ്ട് തന്നെ പുള്ളി ഒരാളെ പിടിച്ചിട്ട് അയാളുടെ കഴുത്തിന് നേരെ കത്തി ചൂണ്ടിയിരിക്കുകയാണ്. ഇവനെ കൊന്നു കഴിഞ്ഞാലെങ്കിലും ഇവന്മാരെന്നെ പുറത്തേക്ക് വിടത്തില്ലല്ലോ എന്നൊക്കെയാണ് ബ്രൂക്സ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് ആന്റിയും കൂട്ടരും കൂടെ അയാളെ ഒന്ന് സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ പരോളിന് പോകാൻ ബ്രൂക്സ് സമ്മതിക്കുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് അയാൾ ആദ്യം ചെയ്യുന്നത് ആ ജെയ്ക്ക് എന്ന് പറയുന്ന കാക്കയുണ്ടല്ലോ, അതിനെ ഇനി അവിടെ വെക്കാൻ പറ്റത്തില്ല. അയാളില്ലെങ്കിൽ അതിനാരും നോക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ജെയ്ക്കിനെ അയാൾ പുറത്തേക്ക് പറത്തിവിടുകയാണ്. അതിനുശേഷം അയാൾ വേഗം തന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം തന്നെ റെഡും കൂട്ടരും കൂടെ ഈ ബ്രൂക്സിനെ പറ്റി ഒരു ചർച്ചയിലാണ്. റെഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൂക്സിനെ സംബന്ധിച്ചിട്ട് 50 വർഷമായി അയാൾ ഈ ജയിലിൽ തന്നെ ജീവിക്കുന്നു. ഇനിയിപ്പോൾ അയാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് അയാൾ ചെയ്യാൻ പോകുന്നത്? ആരാണ് അയാൾക്കുള്ളത്? ഒരിക്കലും അയാൾക്ക് പുറത്തെ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയാൾ ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റെഡ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രൂക്സ് വെളിയിലെത്തി. ഈ ഗവൺമെന്റ് തന്നെ അയാൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു റൂം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ജോലിയും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. പക്ഷെ ബ്രൂക്സിനെ സംബന്ധിച്ചിട്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാൾക്ക് തീരെ വേഗതയില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ മാനേജർ ആണെങ്കിൽ എന്നും അയാളോട് ഉടക്കാണ്. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ പുറത്തെ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൽ വെച്ചിട്ട് തന്നെ ആത്മഹത്യ ചെയ്യാണ്. ബ്രൂക്സ് ഇവിടെ ജീവിച്ചിരുന്നിരുന്നു എന്ന് എഴുതി വെച്ചിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് ഒരു ലെറ്റർ വരുന്നുണ്ട്. ആന്റിക്കും റെഡിനും ഉള്ളതായിരുന്നത്. അയാൾ പുറത്ത് അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അതൊക്കെ വായിച്ച് ആന്റി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അയാളെ പുറത്തുവിടാൻ പാടില്ലായിരുന്നു. 50 വർഷമാണ് അയാൾ ഈ ജയിലിൽ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അയാളുടെ മരണവും ഇവിടെ വെച്ചിട്ട് തന്നെ ആവണമായിരുന്നു എന്നാണ് റെഡ് പറയുന്നത്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ആന്റി ഒരു പോലീസുകാരൻ വിളിക്കുന്നത്. അയാൾ പുസ്തകത്തിന് വേണ്ടി ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അയാളുടെ ലെറ്ററുകൾ വായിച്ചു മടുത്തിട്ട് ഗവൺമെന്റ് അവന് പൈസ അനുവദിച്ചിരിക്കുകയാണ്. $200 പുസ്തകം വാങ്ങാൻ വേണ്ടി അവരവന് അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല ചില പഴയ പുസ്തകങ്ങളും ആ ലൈബ്രറിയിലേക്ക് വേണ്ടിയിട്ട് അവർ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ആന്റി ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് അവൻ അവിടെ നോക്കുമ്പോൾ അതിലൊരു CD ഇരിക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അതിലെ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഈ സമയം ആരും അകത്തേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടുത്തെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ജയിലിലെ മുഴുവൻ ആളുകൾക്കും കേൾക്കാൻ പാകത്തിൽ ഒരു മൈക്ക് വഴിയാണ് ആ പാട്ട് അവൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർക്കതൊരു പുതിയ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ പാട്ടൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഈ പാട്ട് കേട്ട് വാർഡനാണെങ്കിൽ അവനിരിക്കുന്ന ആ റൂമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അയാൾ എത്ര പറഞ്ഞിട്ടും അവൻ വാതിൽ തുറക്കുന്നില്ല. പാട്ട് ഓഫ് ചെയ്തിട്ട് ഈ വാതിൽ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ കടുത്ത ശിക്ഷയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ വാർഡൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആന്റി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ ആ പാട്ടിന്റെ വോളിയം കൂട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ വാർഡന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അയാളുടെ നിർദ്ദേശപ്രകാരം ക്യാപ്റ്റൻ ഉടനെ തന്നെ ആ വാതിലിന്റെ ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറാണ്. അങ്ങനെ ആ പാട്ട് വെച്ച കുറ്റത്തിന് 2 ആഴ്ച ആന്റി ഏകാന്ത തടവിന് വിധിക്കുകയാണ്. അങ്ങനെ 2 ആഴ്ചത്തെ ഏകാന്ത തടവൊക്കെ കഴിഞ്ഞിട്ട് ആന്റി ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഈ സമയം അവന്റെ സുഹൃത്തുക്കളും അവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ 2 ആഴ്ച എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയുണ്ടല്ലോ, അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നുള്ള പ്രതീക്ഷ, അതുള്ളിടത്തോളം കാലം ഒന്നിനും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് ആന്റി പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്റെ പൊന്നുമോനെ ആന്റി, ഈ പ്രതീക്ഷ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അത് ഇപ്പൊ തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. പ്രതീക്ഷയാണ് ഒരു മനുഷ്യനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത്. അതുകൊണ്ട് അതില്ലാതെ ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് റെഡ് പറയുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു. റെഡിനെ വീണ്ടും ആ പരോളിന്റെ ഹിയറിംഗിന് വിളിച്ചിരിക്കുകയാണ്. റെഡ് ഇപ്പോൾ ആ ജയിലിലായിട്ട് 30 വർഷമായി. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് ഈ ഹിയറിംഗ് നടക്കുന്നത്. പതിവ് പോലെ തന്നെ അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. എന്നും പറയുന്ന മറുപടി തന്നെയാണ് റെഡ് അവരുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പരോളിന് അവൻ റിജക്റ്റ് ആവുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വളരെ വിഷമത്തോടെയാണ് റെഡ് ആന്റിയുടെ അടുത്ത് പറയുന്നത്. 30 വർഷമായി ഞാൻ ഈ ജയിലിൽ വന്നിട്ട് ഒരു പ്രഹസനത്തിന്റെ പുറത്ത് അവരെന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാന്നല്ലാതെ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് അവരെന്നോട് ചോദിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് അവനിങ്ങനെ വിഷമത്തോടെ പറയുന്നത്. ഈ സമയം ആന്റി പറയുന്നത് അവന്റെ അവിടുത്തെ ജീവിത കാലയളവിനെ കുറിച്ചിട്ടാണ്. ആന്റി അങ്ങോട്ട് വന്നിട്ട് 10 വർഷമായിട്ടുണ്ട്. ഈ 10 വർഷം എങ്ങനെ പോയിന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്നാണ് ആന്റി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിനിടയിലാണ് റെഡിന്റെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ആന്റി ഒരു മൗത്ത് ഓർഗൻ ഗിഫ്റ്റ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ റെഡിന് ശരിക്കും സന്തോഷമായി. അങ്ങനെ ആന്റി തിരിച്ച് റൂമിലെത്തി. ഈ സമയം റെഡും അവന് വേണ്ടി അവിടെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അതായത് അവൻ അവിടെ വന്നിട്ട് 10 വർഷമായല്ലോ, ആ ഒരു സന്തോഷത്തിന്. അത് മറ്റൊരു ലേഡിയുടെ ഫോട്ടോ ആയിരുന്നു. അത് കാണുമ്പോൾ അവനും സന്തോഷമായി. അങ്ങനെ ഉടനെ തന്നെ ആന്റി ആ ഫോട്ടോ എടുത്തിട്ട് ജയിലിന്റെ ചുമരിലൊട്ടിക്കുകയാണ്. ഈ സമയം റെഡ് ആണെങ്കിൽ അവൻ കൊടുത്ത ആ മൗത്ത് ഓർഗൻ പതുക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം $200 അയച്ചു കൊടുത്തെങ്കിലും അവൻ പിന്നെയും ഒരുപാട് ലെറ്ററുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വെറും $200 കൊണ്ട് അവൻ ഒതുക്കാൻ പറ്റത്തില്ല എന്ന് ബോർഡിലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും $500 വെച്ചിട്ടാണ് അവരിപ്പോ അവൻ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് അവൻ ഒരു അടിപൊളി ലൈബ്രറി തന്നെ ആ ജയിലിൽ സെറ്റാക്കുന്നുണ്ട്. അവനെ സഹായിക്കാനായിട്ട് അവന്റെ ഫ്രണ്ട്സും അവന്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ അവരുടെ മുന്നിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വാർഡൻ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ഇനി പുറത്തെ ജോലിക്ക് കൂടെ
ഇവിടുത്തെ തടവ് പുള്ളികൾ അയക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഫ്രീ ആയിട്ട് തന്നെ ഇതൊക്കെ ചെയ്തു തരുന്നതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് വാർഡൻ ആ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. എന്നാൽ വാർഡന്റെ മനസ്സിൽ മറ്റൊരു ഐഡിയ ഉണ്ട്. ഓരോ പുതിയ കോൺട്രാക്ട് പിടിക്കുമ്പോഴും അയാളെ നൈസായിട്ട് കുറെ കാശ് കമ്മീഷൻ വാങ്ങുന്നുണ്ട്. അങ്ങനെ കോൺട്രാക്റ്റുകൾ തീരുന്നതിനനുസരിച്ച് അവിടുത്തെ ജയിൽ പുള്ളികളെ വെച്ചിട്ട് തന്നെ അയാൾ ഇങ്ങനെ പൈസ കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പണം കുന്നുകൂടുന്നതുകൊണ്ട് തന്നെ വാർഡന്റെ അക്കൗണ്ട്സും കാര്യങ്ങളും അയാൾ ആന്റിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് അയാൾക്ക് കിട്ടുന്ന പൈസയ്ക്കൊക്കെ ചില ഉടായ്പൊക്കെ കാണിച്ചിട്ട് കള്ളരേഖ ഉണ്ടാക്കണം. അതാണ് ആന്റി ഇപ്പൊ അയാൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ദിവസത്തെയും അക്കൗണ്ട്സിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡന്റെ റൂമിനകത്ത് ഒരു രഹസ്യ ലോക്കർ ഉണ്ട്. ഈ ആന്റിക്കും അതറിയാം. അതിനകത്തേക്കാണ് ആ അക്കൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. വാർഡനാണെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ അത് പൂട്ടിയിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ അവനിങ്ങനെ വാർഡന് വേണ്ടിയിട്ട് ഈ കള്ളക്കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന കാര്യം അവൻ റെഡിന്റെ അടുത്തും പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ നിനക്കെന്താ പേടിയൊന്നും തോന്നുന്നില്ലേ? എങ്ങാനും ആ വാർഡനെ പിടിച്ചു കഴിഞ്ഞാൽ നീയും കൂടെ അതിൽ പെടത്തില്ലേ എന്നാണ് റെഡ് ചോദിക്കുന്നത്. എവിടെ പെടാനാണ് റെഡ്? അതിനാരെ അവര് പിടിക്കാൻ പോകുന്നത്? ഈ പൈസ എന്റെ പേരിലോ വാർഡന്റെ പേരിലോ എവിടെയും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ഇതിനൊക്കെ കൂടെ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബിനാമി ഉണ്ടാക്കിയിട്ടുണ്ട്. റാൻഡൽ എന്നാണ് അയാളുടെ പേര്. ഇനി പിടിക്കുകയാണെങ്കിലും അയാളെ പിടിക്കപ്പെടത്തുള്ളൂ. എന്നാലോ അയാളെ കൈ കിട്ടോ? പോലീസുകാർ ഈ റാൻഡൽ എന്ന പേരിൽ ഒരാളുടെ പുറകെ പോയി കഴിഞ്ഞാൽ അയാളുടെ പൊടി പോലും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കള്ളക്കണക്ക് കേസിൽ ആരും പെടാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ആന്റി പറയുന്നത്. അവൻ പറയുന്നത് കേട്ട് റെഡ് ആണെങ്കിൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് റെഡ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇത്രയും കാലം ഈ ഒരു 10 വർഷം മുമ്പേ വരെ ഞാൻ ഇതുപോലത്തെ ഉടായ്പ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ജയിലിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഉടായ്പൊക്കെ പഠിച്ചു. ഇപ്പൊ എനിക്ക് വളരെ നീറ്റായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നാണ് ആന്റി അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ ജയിൽ പുള്ളികളൊക്കെ വീണ്ടും ജയിലിലേക്ക് വരുന്നത്. ആ കൂട്ടത്തിൽ ടോമി എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനധികം അങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. എന്തോ മോഷ്ടിച്ച കേസിനാണ് അവനിപ്പോ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ റെഡിനും കൂട്ടർക്കും അവനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അവരുടെ കൂടെ ഇരുന്നിട്ടാണ് ഇവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ കൂടെ കൂടിയോണ്ട് തന്നെ അവൻ ആ ലൈബ്രറിയിലും പോകാറുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവനൊരാഗ്രഹം, ഒന്നുകൂടെ പഠിക്കണം. അതിനവൻ സഹായം ചോദിക്കുന്നത് ആന്റിയുടെ അടുത്താണ്. ആന്റി ആണെങ്കിൽ അവനെ പഠിപ്പിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ആന്റി അവന്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ടെസ്റ്റ് എക്സാമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ടോമിക്ക് അവൻ പഠിച്ചതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അവനെല്ലാം കൂടെ ആകെ ഭ്രാന്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ അവൻ പ്രതീക്ഷ വിട്ടെങ്കിലും ആന്റി ആ പ്രതീക്ഷ വിട്ടിരുന്നില്ല. അവൻ വലിച്ചെറിഞ്ഞ ആ പേപ്പർ എടുത്തിട്ട് ആന്റി ആണെങ്കിൽ ആ എക്സാമിനേഷൻ ബോർഡിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടോമി നേരെ റെഡിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആന്റിയോട് അങ്ങനെയൊക്കെ പെരുമാറിയതിന് അവന് നല്ല സങ്കടമുണ്ട്. ആ കാര്യമാണ് അവനിപ്പോ റെഡിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെഡും അവനെ കുറെ ചീത്ത പറയുന്നുണ്ട്. ഈ സമയത്താണ് ആന്റിയുടെ കേസ് എന്താണ് എന്ന കാര്യം ടോമി ചോദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അവന്റെ ഭാര്യയ്ക്ക് ഏതോ ഒരു ഗോൾഫ് കളിക്കുന്ന ആളുമായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും കൊല്ലപ്പെട്ടു. ആ കുറ്റം ഒരു ബാങ്കറായ ഇവന്റെ തലയിലാണ് വെച്ചു കൊടുത്തത് എന്നൊക്കെയാണ് റെഡ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. അവൻ ഉടനെ തന്നെ റെഡിനെയും ആന്റിയും വിളിച്ചിട്ട് ഒരു കാര്യം പറയാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അവൻ വേറൊരു ജയിലിലായിരുന്നു. അന്ന് അവിടെ വെച്ചിട്ട് അവനൊരു തടവുപുള്ളിയെ പരിചയപ്പെട്ടു. അയാൾ ഇങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ അയാൾ ചെയ്ത വീര കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അയാൾ ചെയ്തൊരു കൊലപാതകത്തെ കുറിച്ച് അയാൾ പറയുന്നത്. അത് വേറൊരുത്തന്റെ ഭാര്യയും ഒരു ഗോൾഫ് കളിക്കാരനുമായിരുന്നു. അയാളാണ് അവരെ കൊന്നുകളഞ്ഞത്. എന്നാൽ പോലീസ് പിടിച്ചത് ആ പെണ്ണിന്റെ ഭർത്താവായ ഒരു ബാങ്ക് ജോലിക്കാരനായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടോമി പറയുന്നത്. അങ്ങനെ ആ വിവരം അറിഞ്ഞു ഉടനെ തന്നെ ആന്റി വേഗം ചെന്നിട്ട് വാർഡന്റെ അടുത്ത് കാര്യം പറയാണ്. ഇങ്ങനെ ഒരു തടവുപുള്ളിയുണ്ട്, അയാളാണ് എന്റെ ഭാര്യയെയും അവളുടെ കാമുകനെയും കൊന്നു കളഞ്ഞത്. ആ കാര്യം അറിയുന്ന മറ്റൊരാൾ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അത് പുതിയതായിട്ട് വന്ന ടോമിയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആന്റി വാർഡനോട് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ വാർഡന് ചിരിയാണ് വരുന്നത്. ആ ടോമി ചിലപ്പോൾ വെറുതെ പറഞ്ഞായിരിക്കും. ഇനിയിപ്പോ ആ കാര്യം സത്യമാണെങ്കിൽ തന്നെ നമ്മൾ ആ തടവുപുള്ളിനെ പിടിച്ചോണ്ടോന്ന് കഴിഞ്ഞാൽ അവൻ കോടതിന്റെ മുമ്പിൽ സത്യം പറയുന്ന ആര് കണ്ടു? അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ഓർത്തിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് നീ വിചാരിക്കണ്ട, വേഗം നിന്റെ സെല്ലിലേക്ക് പോവാൻ നോക്ക് എന്നാണ് വാർഡൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമ്പാദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വെളിയിൽ പറയും എന്ന് പേടിച്ചിട്ടാണോ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടും പറയത്തില്ല. ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്നാൽ അവൻ ആ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വാർഡന് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട്. നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? ഇനി നീ ഇവിടെ മര്യാദയ്ക്ക് നടക്കുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ 1 മാസത്തേക്ക് ഏകാന്ത തടവിന് വിധിക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ബാക്കി എല്ലാവരും അറിഞ്ഞു. അപ്പൊ ആന്റി നിരപരാധിയാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അതിനിടയിലാണ് അവിടേക്ക് ഒരു ലെറ്റർ വരുന്നത്. അത് ടോമിക്കുള്ളതായിരുന്നു. അവൻ അറിയാതെ തന്നെ അവന്റെ പേപ്പറൊക്കെ ആന്റി ആ എക്സാമിനേഷൻ ബോർഡിന് അയച്ചിട്ടുണ്ട്. അതിൽ അവൻ പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യം അറിയിച്ചിട്ടുള്ള ലെറ്ററാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതൊക്കെ കണ്ട് അവൻ ശരിക്കും ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം ആ റൂമിലിരുന്നിട്ട് ആന്റിയും അത് അറിഞ്ഞിട്ടുണ്ട്. അവൻ പാസ്സായി എന്ന് അറിയുമ്പോൾ ആന്റിക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ അന്ന് രാത്രി ക്യാപ്റ്റൻ ഇപ്പോ ആ ടോമിയെ പുറത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. നിന്നെ വാർഡൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജയിലിന്റെ പുറത്തേക്കാണ് അവനെ കൊണ്ടുവന്നത്. ഈ സമയം വാർഡൻ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ടോമിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് ആന്റിയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന കാര്യം എനിക്കറിയാം.
അറിയാം, അതുപോലെ എനിക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഇഷ്ടത്തിന്റെ പുറത്തല്ലല്ലോ നീ ആ കഥയൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നീ അവരുടെ അടുത്തൊക്കെ ഇത് പറയാൻ തയ്യാറാവോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. തയ്യാറാവും വാർഡൻ, ആന്റി ഒരു പാവമാണ്, അയാൾ ആരെയും കൊന്നിട്ടില്ല, ഈ ഒരു കാര്യം ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ പറയാം എന്നൊക്കെയാണ് ടോമി പറയുന്നത്. അപ്പോൾ അവൻ കോടതിയിൽ കാര്യം പറയും എന്ന കാര്യം കൺഫേം ആവുമ്പോൾ വാർഡൻ ആണെങ്കിൽ നൈസായിട്ടൊന്ന് മുകളിലേക്ക് നോക്കുകയാണ്. ഈ സമയം ക്യാപ്റ്റൻ അവിടെ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ ടോമിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ടോമി മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ടോമി മരിച്ച വിവരം വാർഡനാണ് ആന്റിയെ അറിയിക്കുന്നത്. ഇന്നലെ രാത്രി അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്കിനി എല്ലാം മറക്കാം, നീ എന്തായാലും എന്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോ ഇല്ല, ഒരിക്കലും ഞാൻ വരത്തില്ല, ഇനി നിങ്ങളുടെ ഒരു പരിപാടിക്കും കൂട്ടു നിൽക്കാൻ ഞാൻ ഉണ്ടാവത്തില്ല എന്നാണ് ആന്റി പറയുന്നത്. നീ ഉണ്ടാവും ആന്റി, എന്റെ കൂടെ തന്നെ നീ നിൽക്കും, പഴയതുപോലെ തന്നെ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നീ ചെയ്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും ഞാൻ നശിപ്പിക്കും, നിനക്കൊരു മനസമാധാനം പോലും ഞാൻ തരത്തില്ല എന്നിങ്ങനെയൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ 1 മാസം കൂടെ അതിനകത്ത് കടത്താൻ പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വീണ്ടും 1 മാസം കൂടെ ആന്റി ആ റൂമിനകത്ത് തന്നെ പെട്ടിരിക്കുകയാണ്. അങ്ങനെ 1 മാസത്തെ ആ ഏകാന്ത തടവും കഴിഞ്ഞിട്ട് ആന്റി ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി. അവനിപ്പോ റെഡിന്റെ അടുത്ത് അവന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ എന്റെ ഭാര്യയെ കൊന്നത് ഞാൻ തന്നെയാണ്, പക്ഷെ ഞാൻ കൊന്നത് എന്റെ കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. ഞാൻ അവളെ മനസ്സിലാക്കിയിരുന്നില്ല എന്നൊക്കെ അവൾ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആന്റി റെഡിന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ റെഡ് ആണെങ്കിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആന്റി മറ്റൊരു കാര്യം പറയുന്നത്. നീ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകാനാണ് നീ ആഗ്രഹിക്കുന്നത്? എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് മെക്സിക്കോയിലുള്ള ഒരു ബീച്ചാണ്. അവിടെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു ബോട്ടൊക്കെ പണിത് അവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളെയും കൊണ്ട് അവിടെ മൊത്തം കറങ്ങണം, അതാണ് എന്റെ ആഗ്രഹം എന്നാണ് ആന്റി പറയുന്നത്. എന്താണ് ആന്റി നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് നീ എന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടാണ്? എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അതുകൊണ്ട് നീ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ വിട്ടേക്ക് എന്നാണ് റെഡ് പറയുന്നത്. ഇല്ല റെഡ്, അങ്ങനെ പ്രതീക്ഷ കൈവിടല്ലേ. എന്നെങ്കിലും നീ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഭാര്യയെ പ്രപ്പോസ് ചെയ്ത ഒരു മരമുണ്ട്, നീ അവിടേക്ക് വരണം. ആ മരത്തിന്റെ ചുവടിലായിട്ട് ഒരു കറുത്ത നിറത്തിലുള്ള ഒരു കല്ല് ഞാൻ വെച്ചിട്ടുണ്ട്, ആ കല്ലിന്റെ അടിയിൽ ഒരു സാധനവും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്, നീ അങ്ങോട്ട് വന്നിട്ട് അത് എടുക്കണം എന്നാണ് ആന്റി പറയുന്നത്. അത് കേൾക്കുമ്പോൾ റെഡിന് ശരിക്കും ആകാംക്ഷയായി. എന്താണ് നീ കുഴിച്ചിട്ടത് എന്നാണ് റെഡ് ചോദിക്കുന്നത്. അതൊന്നും ഞാൻ ഇപ്പൊ പറയത്തില്ല, നീ എന്നെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ നിനക്കത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ആന്റി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം ഭക്ഷണം കഴിക്കാൻ നേരത്ത് റെഡ് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആന്റിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവൻ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയാണ്, അവന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് എന്നാണ് റെഡ് പറയുന്നത്. ഈ സമയത്താണ് ആ കൂട്ടത്തിലിരിക്കുന്ന വേറൊരാൾ ഒരു കാര്യം പറയുന്നത്. അയ്യോ, ആന്റി ഇന്ന് എന്റെ കയ്യിൽ നിന്ന് 6 മീറ്റർ നീളമുള്ള ഒരു കയറ് വാങ്ങിക്കൊണ്ടുപോയായിരുന്നല്ലോ, അതിന് എന്തിനായിരിക്കും? നല്ല ടെൻഷനിലാണ് അവനത് ചോദിക്കുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ റെഡിന്റെ ടെൻഷൻ കൂടാൻ തുടങ്ങി. നീ എന്തിനാണ് അതൊക്കെ അവന് കൊടുത്തത്? ഇനി ആ കയറ് വെച്ചിട്ട് അവൻ വല്ല കടുങ്കയും ചെയ്യോ എന്നൊക്കെയാണ് റെഡ് ഇങ്ങനെ ടെൻഷനോട് പറയുന്നത്. അങ്ങനെ ആന്റി നേരെ പോകുന്നത് വാർഡന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അയാൾ പറഞ്ഞ പോലെ തന്നെ അയാളുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയാൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പൈസയും കയ്യിൽ കൊടുത്തിട്ട് ആ പുസ്തകങ്ങളൊക്കെ ആ ലോക്കറിന്റെ അകത്തേക്ക് വെക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് പിരിയാൻ നേരത്ത് വാർഡൻ ഒരു കാര്യം എന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇന്ന് തന്നെ എന്റെ ഷൂ മൊത്തം ക്ലീൻ ആക്കി വെക്കണം, നാളെ എനിക്കൊരു മീറ്റിംഗിന് പോകാണ്ട് ഷൂ കണ്ണാടി പോലെ തിളങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് വാർഡൻ അവിടെ നിന്ന് പോകുന്നത്. വാർഡൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആന്റി ആണെങ്കിൽ അയാൾ പറഞ്ഞ പോലെ ആ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ അവന്റെ സെല്ലിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഈ സമയം അവനെ നോക്കിക്കൊണ്ട് റെഡും അവിടെ നിൽക്കുന്നുണ്ട്. റെഡിന്റെ മുഖത്താണെങ്കിൽ നല്ല രീതിയിലുള്ള ടെൻഷൻ പ്രകടമാണ്. ഇവൻ എന്താണെന്ന് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് റെഡ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആന്റി തിരിച്ച് അവന്റെ സെല്ലിലെത്തി. അവനിപ്പോ ആ കയറും കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ അവൻ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയം റെഡ് ആണെങ്കിൽ നല്ല ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഈ ജയിലിൽ വന്നിട്ട് ഇത്രയും വർഷമായിട്ടും ഇതുപോലൊരു ടെൻഷൻ അയാൾ അനുഭവിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി എന്നാണ് റെഡ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെയായി. ജയിൽ പുള്ളികളുടെ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി വാർഡനും ടീമും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് അവര് പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്ര വിളിച്ചിട്ടും ആന്റി മാത്രം പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അത് കണ്ട ഉടനെ തന്നെ അവർ ആന്റിയുടെ റൂമിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. തലേ ദിവസം രാത്രി അതിനകത്ത് കയറിയ ആന്റിയെ കാണുന്നില്ല. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ അവിടെ നിന്ന് ചാടിയത് എന്ന കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. ഈ സമയം വാർഡനാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അയാൾ അവിടെ നോക്കുമ്പോൾ അവൻ ഉണ്ടാക്കി വെച്ച കല്ലുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ ദേഷ്യത്തോടെ അതൊക്കെ എടുത്ത് അവിടെ നിൽക്കുന്ന ആളുകളുടെ ദേഹത്തേക്ക് എറിയാൻ തുടങ്ങി. അതിലൊരു കല്ല് കൊള്ളുന്നത് അവിടെ ഒട്ടിച്ചു വെച്ചൊരു പോസ്റ്ററിലാണ്. ആ കല്ല് കൊള്ളുന്നോണ്ട് ആ പോസ്റ്റർ ആണെങ്കിൽ ഓട്ടയാവുകയും ചെയ്യുന്നുണ്ട്. വാർഡൻ വേഗം തന്നെ ആ പോസ്റ്റർ ഇളക്കി നോക്കുകയാണ്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു വലിയ തുരങ്കമാണ് ആ പോസ്റ്ററിന്റെ പുറകിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ട് അവരാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ പോലീസുകാരെല്ലാം ചേർന്നിട്ട് ആ ജയിലിന് ചുറ്റും ആന്റിയെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആന്റിയുടെ പൊടി പോലും അവിടെ കാണുന്നില്ല. മറിച്ച് അവർക്ക് കിട്ടിയത് ആന്റിയുടെ കുറച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളും അവന്റെ കയ്യിലുണ്ടായിരുന്ന ചുറ്റികയുമാണ്.
ആ ചുറ്റിക അവന് കൊടുക്കുമ്പോൾ അത് വെച്ചിട്ട് ജയിലിൽ ഒരു തുരങ്കം ഉണ്ടാക്കാൻ 600 വർഷം വേണ്ടി വരും എന്നാണ് റെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ വെറും 20 വർഷം കൊണ്ടാണ് ആന്റി ആ തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് നോക്കാം. ആ ചുറ്റിക കിട്ടിയ അന്ന് തന്നെ അവൻ അവിടുത്തെ ചുമരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ആ ചുമരിന്റെ ഘടനയൊക്കെ അവൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും അവൻ അത് തുറന്നുകൊണ്ടേയിരുന്നു. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റെഡിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ ആ പെണ്ണിന്റെ പോസ്റ്ററുകളൊക്കെ സംഘടിപ്പിച്ചത്. എന്നിട്ട് ആ തുരങ്കം ഉണ്ടാക്കിയതിനെ തുടർന്നിട്ടുള്ള മണ്ണും കല്ലും ഒക്കെ അവൻ പോക്കറ്റിലിട്ടാണ് നടന്നത്. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ആരും കാണാതെ നൈസായിട്ട് അവിടുത്തെ ഗ്രൗണ്ടിൽ വെതറും. ഈ കാര്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല. അങ്ങനെ അന്ന് രാത്രി വാർഡന്റെ റൂമിൽ നിന്ന് പിരിയാൻ നേരത്ത് അവൻ ആ ലോക്കറിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടില്ലായിരുന്നു. അതിൽ അവൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അയാളുടെ ആ പുസ്തകം വെക്കുന്നതിന് പകരം അവന്റെ ബൈബിളാണ് അവൻ അതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് വാർഡന്റെ ഒരു ഡ്രസ്സും എടുത്തിട്ട് അയാളുടെ പോളിഷ് ചെയ്ത ഷൂ ഇട്ടിട്ടാണ് അവൻ തിരിച്ച് സെല്ലിലേക്ക് പോയത്. എന്നിട്ട് എല്ലാവരും കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ ആ തുരങ്കം വഴി പുറത്തേക്ക് ഇറങ്ങി. അവന്റെ കയ്യിൽ ആ വാർഡൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ശരീരത്തിൽ കെട്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അവൻ ആ കയറ് സംഘടിപ്പിച്ചത്. അങ്ങനെ അവൻ ആ ഡോക്യുമെന്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവന്റെ ലക്ഷ്യം സെപ്റ്റിക് ടാങ്കിന്റെ കുഴലാണ്. ഈ സമയം പുറത്താണെങ്കിൽ നല്ല ഇടിയും മഴയുമാണ്. ആ ഇടി വെട്ടുന്ന സൗണ്ട് ഉണ്ടാവുമ്പോൾ അവൻ ഒരു കല്ല് വെച്ചിട്ട് ആ സെപ്റ്റിക് ടാങ്കിന്റെ കുഴല് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ആ വേസ്റ്റ് വഴിയാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ ആ കുഴല് വഴി പുറത്തേക്ക് എത്തി. എന്നിട്ട് ഡ്രസ്സൊക്കെ ഊരി വെച്ചിട്ട് ആ മഴയും ആസ്വദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം അവനിപ്പോ സ്വതന്ത്രനായി. ആ സന്തോഷമാണ് അവനിപ്പോ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ ചെയ്യുന്നത് നേരെ ബാങ്കിലേക്ക് പോവാന്നുള്ളതാണ്. 12 ബാങ്കുകളിലായിട്ടാണ് ആ വാർഡന്റെ പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തത്. ഇവര് റാൻഡാൽ എന്ന പേരുള്ള ഒരു ബിനാമിയെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അയാളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഈ ആന്റിയുടേത് തന്നെയാണ്. അതായത് ഈ റാൻഡാൽ എന്ന് പറയുന്നത് ആന്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത മുഴുവൻ പൈസയും ഇനി ആന്റിക്കാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ എല്ലാ ബാങ്കുകളിൽ നിന്നും ആ പൈസയൊക്കെ വിഡ്രോ ചെയ്തിട്ട് അവൻ ആ നാട് വിടുകയാണ്. ഇതൊന്നും കൂടാതെ പോലീസുകാർക്ക് അവൻ ആ വാർഡനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് അയാൾ ചെയ്യുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചൊക്കെ. അങ്ങനെ ആ തെളിവുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ പോലീസുകാരൊക്കെ ആ ജയിലിലേക്ക് പോവാണ്. അങ്ങനെ ഈ തെളിവുകളൊക്കെ വെളിയിലായപ്പോൾ വാർഡൻ നേരെ ചെല്ലുന്നത് അയാളുടെ ലോക്കർ ചെക്ക് ചെയ്യാനാണ്. ലോക്കറിലുള്ള സാധനം എങ്ങനെയാണ് പുറത്തായത് എന്നാണ് അയാളിപ്പോ ചിന്തിക്കുന്നത്. എന്നാൽ ലോക്കർ തുറന്നു നോക്കുമ്പോൾ അയാൾക്ക് അവിടെ നിന്ന് കിട്ടിയത് ആന്റിയുടെ ബൈബിളാണ്. അതിനകത്ത് വലിയൊരു ഹോളും ഉണ്ട്. ആ ഹോളിലാണ് അവൻ ഇത്രയും കാലം ആ ചുറ്റിക സൂക്ഷിച്ചിരുന്നത്. അതൊക്കെ കണ്ട് അയാളാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാരൊക്കെ ജയിലിലെത്തി. അവരാദ്യം പിടിക്കുന്നത് ക്യാപ്റ്റനെയാണ്. അവനെ പിടിച്ചോണ്ട് പോയതിനു ശേഷം അവര് നേരെ വാർഡന്റെ റൂമിലെത്തി. എന്നാൽ വാർഡൻ വാതിൽ ഉറക്കുന്നില്ല. അയാൾക്ക് ഇനി എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല. പുറത്തേക്ക് ഇറങ്ങിയാലും അയാൾ ഇനി ജീവിതകാലം മൊത്തം ജയിലിലായിരിക്കും. അതിനെന്തായാലും അയാൾ തയ്യാറാവുന്നില്ല. അയാൾ ഉടനെ തന്നെ അയാളുടെ തോക്ക് വെച്ചിട്ട് സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെഡിനൊരു പോസ്റ്റ് കാർഡ് വരുന്നത്. എന്നാൽ അതിലൊന്നും എഴുതിയിട്ടില്ല. അവനത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആന്റി അയച്ചതാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതിൽ ബോർഡറിന്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആന്റി പുറത്ത് ചാടി പുതിയൊരു ജീവിതം തുടങ്ങി എന്ന കാര്യം റെഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ആകെ സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ 40ാമത്തെ വർഷത്തെ റെഡിന്റെ പരോളിനുള്ള ഹിയറിംഗ് ആയി. എന്നാൽ ഇത്തവണ അയാൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഇത്തവണ അയാളുടെ പരോൾ അപ്രൂവ് ആയിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അയാൾ ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നേരത്തെ ബ്രൂക്സിന് കൊടുത്ത പോലെ തന്നെ അയാൾക്ക് താമസിക്കാൻ ഒരു റൂമും അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ ഒരു ജോലിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ റെഡിന് അത് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ ആ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രൂക്സ് ആത്മഹത്യ ചെയ്ത പോലെ അയാളും ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആന്റിക്ക് കൊടുത്ത പ്രോമിസ് അവന് പാലിക്കാൻ സാധിക്കത്തില്ല. അതായത് ആ മരത്തിന്റെ ചോട്ടിൽ പോയി അവൻ കുഴിച്ചിട്ടത് എന്താണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി റെഡ് ആ മരത്തിന്റെ ചോട്ടിലേക്ക് പോവാണ്. അതിനുശേഷം അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ കറുത്ത കല്ലിന്റെ അടിയിൽ നിന്നും ഒരു ബോക്സ് ആണ് അയാൾക്ക് കിട്ടുന്നത്. അതിനകത്ത് കുറച്ച് കാശും വെച്ചിട്ടുണ്ട്. പിന്നെ ആന്റിയുടെ ഒരു ലെറ്ററും ഉണ്ട്. ആ ലെറ്ററിൽ പറയുന്നത് റെഡിന്റെ അടുത്ത് ആന്റി ഇഷ്ടപ്പെടുന്ന മെക്സിക്കോയിൽ ആ ബീച്ചിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എനിക്കൊരാളെ കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വരണം എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ റെഡ് മെക്സിക്കോയിൽ ആ ബീച്ചിലേക്ക് പോവാണ്. ഈ സമയം ആന്റി അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ആ ബോട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ റെഡ് അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ആന്റിക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ അവർ വേഗം തന്നെ ചെന്നിട്ട് പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.